പോർട്ടർ അധ്യായം 16. പ്രശ്നം വഷളാവുകയാണ്. CA ചാണ്ടിക്ക് മനസ്സിലായി. വണ്ടിത്താവളത്തിലെ ആളുകളെല്ലാം കൂടാൻ തുടങ്ങി. എന്തിനും മടിക്കാത്ത ആളുകളാണ്. സഖാവ് രാഘവനെ തൊട്ടാൽ പാർട്ടി ലെവലിൽ പ്രശ്നമാകും. ചിലപ്പോൾ തന്റെ തൊപ്പിയും തെറിക്കും. അതിനേക്കാളുപരി തടി കേടാകും. SP യുടെ ഭാര്യയാണെങ്കിൽ പേ പിടിച്ചതുപോലെ നിൽക്കുകയാണ്. അവളുടെ പിന്നാലെ പോയത് അബദ്ധമായെന്ന് തോന്നി. ചാണ്ടിയെ പലപ്പോഴും സഹായിച്ചിട്ടുള്ളതാണ് വേണി. SP യുടെ വിശ്വസ്തനായി നിൽക്കുന്നത് കൊണ്ട് സർക്കിൾ ചാണ്ടിക്ക് പല കേസുകളിലും ഓവർ സ്മാർട്ട്നെസ് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. SP കൃഷ്ണദാസിന് വേണ്ടി എന്തു ചെയ്യാനും ചാണ്ടിക്ക് മടിയില്ല. വലിയ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സഹായത്തിന് ചാണ്ടിയെ വിളിക്കാനാണ് വേണി നിർദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കലായി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസുകളുണ്ട്. അത് പലപ്പോഴും ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ളവർ ഉറ്റുനോക്കിയിരിക്കും. ഓരോ പാർട്ടിക്കാർക്കും ഓരോ പോലീസുകാരിൽ സ്വാധീനമുണ്ടായിരിക്കും. അവരിൽ ആരിൽ നിന്നെങ്കിലും രഹസ്യം ചോർന്നു പോയാൽ പ്രശ്നമാണ്. പോലീസിൽ ആരാണ് 100% വിശ്വസ്തരെന്ന് സ്കാൻ ചെയ്ത് അറിയാൻ മാർഗമൊന്നുമില്ല. അപ്പോൾ അടുത്ത വിശ്വസ്തരെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ആ വിശ്വസ്തത SP കൃഷ്ണദാസിലും അദ്ദേഹത്തിന്റെ ഭാര്യയിലും ഉണ്ടാക്കാൻ CA ചാണ്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വേണി വന്ന് ഞാൻ ശ്രീദേവിയെ കാണാൻ പോകുകയാണെന്നും അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുമെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ കൂടെ വേണമെന്നും പറഞ്ഞപ്പോൾ സെക്യൂരിറ്റിയായി പിന്നാലെ വന്നത്. അതിനേക്കാളുപരി SP യുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. വാണിയുടെ നീക്കം അറിഞ്ഞയുടനെ SP വിളിച്ചതാണ്. സംഭവം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവളാകെ ചൂടായിരിക്കുകയാണ്. വണ്ടിത്താവളത്തിൽ ചെന്ന് ഒരു പ്രശ്നമുണ്ടാക്കിയാൽ നാണക്കേട് എനിക്കാ. അത് വേണിക്ക് ഇപ്പോൾ മനസ്സിലാവുകയില്ലായിരിക്കും. അതുകൊണ്ട് അവളെ ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് തടയണം. തന്ത്രപരമായി വാണിയും ശ്രീദേവിയും തമ്മിൽ കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം. എനിക്കതിൽ വേണിയെ നേരിട്ട് തടയാനാവില്ലെന്ന് തനിക്കറിയാമല്ലോ. അവളുടെ സ്വഭാവം എനിക്കിപ്പോൾ തീരെ പിടിക്കുന്നില്ല. ശരി സാർ, ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് പിന്നാലെ പോന്നതാണ്. ഇവിടെ വരുമ്പോൾ വേണിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ആലോചിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴിതാ വലിയ പ്രശ്നങ്ങൾ. കൈലാസും കൂട്ടുകാരും നാട്ടുകാരുടെ വലയിലാണ്. ഈ ചെറുപ്പക്കാർക്ക് എടുത്തുചാട്ടം കൂടുതലാണ്. ആളുകളെ പ്രകോപിപ്പിക്കാനാണ് വേണി ശ്രമിക്കുന്നത്. CA ചാണ്ടി എല്ലാവരെയും നോക്കി. കൂടുതൽ ഓട്ടോറിക്ഷകൾ അങ്ങോട്ട് വന്നു. ചാണ്ടി വേണിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മേഡം കാറിൽ ചെന്നിരിക്കൂ. എന്താണ് പ്രശ്നമെന്ന് ഞാൻ അന്വേഷിക്കാം. മിസ്റ്റർ ചാണ്ടി, ഇയാൾ എന്നോട് സംസാരിച്ചത് കേട്ടോ? വേണി സഖാവ് രാഘവന്റെ നേരെ കൈ ചൂണ്ടി ചോദിച്ചു. അവന്റെ ധിക്കാരം ഇപ്പോൾ തീർക്കണം. ഞാൻ ആരാണെന്ന് അവരെ അറിയിക്കണം. ഏതാടാ ആ പേപിടിച്ച പെണ്ണുമ്പിള്ള? ആരോ ചോദിച്ചു. ബാസ്റ്റേഡ്. വേണി അവിടേക്ക് തിരിഞ്ഞു. അവളുടെ കാറിന്റെ കാറ്റ് കുത്താം. വണ്ടിത്താവളത്തിൽ വന്ന് ഒരുത്തിയും ഷൈൻ ചെയ്യണ്ട. നമ്മുടെ വിജയന്റെ ശത്രുക്കളാ അവരൊക്കെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാ. ഒന്ന് പൂശിയാലോ? അഭിപ്രായങ്ങൾ ഉയരുന്നു. ഫ്രാൻസിസ് കൈലാസിനോട് പറഞ്ഞു. കൈലാസേ, നിന്റെ മമ്മി വഴക്കുണ്ടാക്കിയാൽ നമ്മൾ ഈ രീതിയിൽ ഇവിടെ നിന്ന് പോവുകയില്ല. തല്ലുകിട്ടി എല്ലൊടിഞ്ഞ് CP വന്ന് ഇവരേക്ക് കൊന്നുകളഞ്ഞാലും നമുക്കെന്താ ഗുണം? ശരിയാ കൈലാസേ, രാജൻ ബാബുവും പറഞ്ഞു. കൈലാസ് വേഗം ചാണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കരുത്. എങ്ങനെയും ഇവരെ ശാന്തരാക്കണം. മേഡം സഹകരിക്കുന്നില്ലല്ലോ. അവൻ ചെന്ന് മമ്മിയെ വിളിച്ചു. മമ്മി വാ, നമുക്ക് പറ്റിയ സ്ഥലമല്ല ഇത്. എടാ മോനെ, നമ്മുടെ കുടുംബം കലക്കാൻ വന്നവളെ എനിക്കൊന്ന് കാണണം. വേണി ശോഭിച്ചു. മമ്മി ഉദ്ദേശിക്കുന്ന സ്ഥലമല്ലിത്. മമ്മി കാറിൽ വന്നിരിക്കെ. എല്ലാം മമ്മി കരുതും പോലെ നടക്കും. അതിനാ ഞാനിവിടെ വന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയാൽ നാണക്കേട് നമുക്ക് തന്നെയാണ്. മമ്മി വന്ന് ഇവരുമായി തല്ലുണ്ടാക്കിയെന്ന് നാളത്തെ പത്രത്തിൽ വന്നാലത്തെ സ്ഥിതി എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് ശരിയാണെന്ന് വേണിക്കും തോന്നി. CA ചാണ്ടി രാഘവനെ സമാധാനിപ്പിച്ചു. രാഘവ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം. ഇപ്പോൾ ആളുകളെ ഇറക്കരുത്. ആരും അക്രമത്തിലേക്ക് തിരിയരുത്. സാറേ, ടൗണിലെ കൊച്ചമ്മമാർക്കും വലിയ സാറന്മാർക്കും സൂക്കേടിളകുമ്പോൾ വന്ന് ഉപദ്രവിക്കാൻ ഞങ്ങൾ അടിമകളൊന്നുമല്ല. തിന്നു കൊഴുത്തു നടക്കുന്ന അവളെയൊക്കെ മതമിളകിയെങ്കിൽ പിടിച്ച് തുടലിലിട്. പാവങ്ങളുടെ മുതുകത്ത് കയറി കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവൾ ആരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കെട്ടിയോൻ നേരത്തെ മക്കളെ ഉണ്ടാക്കിയതിന് അവള് കലിയിളകി തുള്ളി നടന്നിട്ട് എന്താ കാര്യം? രാഘവ, മതി. ഇനി ഇത് പ്രശ്നമാക്കണ്ട, സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. ഇപ്പോഴെന്താ പ്രശ്നമുണ്ടാക്കിയത്? തെറ്റ് ചെയ്തവരെ സംരക്ഷിച്ചിട്ട് ഞങ്ങളുടെ മേൽ കുറ്റം ചുമത്താനല്ലേ സാറും ശ്രമിക്കുന്നത്? ഇനി ഞങ്ങളുടെ വിജയനെ ഉപദ്രവിക്കരുത്. അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും ചെറ്റകളാണെന്ന അവളുടെ ബോർഷ ചിന്താഗതി മനസ്സിൽ വെച്ചാൽ മതി. സഖാവ് ചൂടിൽ തന്നെയായിരുന്നു. എല്ലാവരും പിരിഞ്ഞു പോകണം. ഇവിടെ പ്രശ്നമൊന്നുമില്ല, CA വിളിച്ചു പറഞ്ഞു. ആരും കൂടി നിൽക്കരുത്. ആളുകൾ പിന്നോട്ട് മാറി. വിജയന്റെ വീടിന് മുന്നിൽ ശ്രീദേവിയും കാളിദാസനും സതിയും സരസ്വതിയും നിൽക്കുന്നത് ചാണ്ടി ശ്രദ്ധിച്ചു. വിജയൻ ദീപയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വണ്ടിത്താവളത്തിലെ ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. വിജയന്റെ മുറിയിൽ ഒരു സ്ത്രീയെ കണ്ട് അയാൾ വല്ലാതായി. എന്താ കുമാര, താൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. വിജയൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. പോലീസ് സൂപ്രണ്ടിന്റെ മകൻ വിജയന്റെ വീട്ടിൽ വന്ന് അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു. വിജയനോട് വിവരം പറയാൻ കാളിദാസനാണ് എന്നെ പറഞ്ഞയച്ചത്, കുമാരൻ പറഞ്ഞു. വിജയന് അപകടം മനസ്സിലായി. അവർ അമ്മയുടെ മുന്നിൽ തന്റെ ഇടം കാണിക്കും.
എന്ത് വൃത്തികേടും കാണിക്കാൻ അറപ്പില്ലാത്തവനാണ് കൈലാസ്. വിജയൻ കുമാരനോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ദീപ ചോദിച്ചു, കൈലാസ് തനിച്ചാണോ? എനിക്ക് ആരെയും പരിചയമില്ല. 3 ചെറുപ്പക്കാരാണ്. ഒരു ചുവന്ന മാരുതി വാനിലാണ് അവർ വന്നത്. കുമാരൻ പറഞ്ഞു. ആ, ത്രിമൂർത്തികളാണ്. ദീപ അഭിപ്രായപ്പെട്ടു. പോകാം കുമാര. വിജയൻ ഒരടി മുന്നോട്ട് വെച്ചിട്ട് തിരിഞ്ഞ് ദീപയെ നോക്കി. ഞാനൊന്ന് പോയിട്ട് വരാം. എന്റെ അമ്മയെ ആരെങ്കിലും അപമാനിക്കുന്നത് ഞാൻ സഹിക്കില്ല. എന്റെ അമ്മ അത്രയ്ക്ക് അപമാനം സഹിച്ചതാണ്. ഇനി ഞാനതിന് അനുവദിക്കില്ല. കുമാരൻ വാതിൽ കടന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. വിജയൻ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, ദീപ തടഞ്ഞു. വിജയൻ അവിടെ ചെന്നാൽ ഒരു ഏറ്റുമുട്ടലുണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മൽപ്പിടുത്തത്തിനൊന്നും വിജയന് ശക്തിയില്ല എന്നാര് പറഞ്ഞു? വിജയന്റെ ശബ്ദം ഉയർന്നു. ഞാൻ അവരെ ഭയന്ന് ഇവിടെ ഇരിക്കണമെന്നോ? അത്തരത്തിലൊരു ചോരയല്ല എന്റെ ഞരമ്പിലൂടെ ഓടുന്നത്. വിജയൻ വാതിലിന് നേരെ തിരിഞ്ഞു. അപ്പോഴയാളുടെ കയ്യിലൊരു പിടി വീണു. അയാളെ ബലമായി പിടിച്ചു നിർത്തിക്കൊണ്ട് ദീപ പറഞ്ഞു, വിജയൻ അവിടെ ഇരിക്കി, ഞാൻ പോയിട്ട് വരാം. എനിക്ക് ആ അമ്മയൊന്ന് കാണുകയുമാവാമല്ലോ. എന്റെ മുന്നിൽ വെച്ച് അവർ അമ്മയൊന്നും ചെയ്യുകയില്ല. വിജയൻ ദീപയുടെ മുഖത്തേക്ക് നോക്കി അമ്പരപ്പോടെ. അധ്യായം 17. അമ്പരപ്പോടെ ഒരു നിമിഷം അവളെ നോക്കി നിന്നിട്ട് വിജയൻ പറഞ്ഞു, അത് ശരിയാവില്ല. ദീപയും വെറുതെ അപമാനിതയാകും. ഇത് ഞാനും ആ ഗുണ്ടകളും തമ്മിലുള്ള പ്രശ്നമാണ്. ദീപ എന്തിനാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നത്? വിജയൻ ഒന്നും പറയണ്ട. അമ്മയ്ക്ക് ഒന്നും ഉണ്ടാവില്ല. അവരെന്തിനാണ് വിജയന്റെ അമ്മയെ കാണാൻ വന്നതെന്ന് എനിക്ക് ചോദിക്കണം. അമ്മയെ ഭീഷണിപ്പെടുത്താനാണെങ്കിൽ അതിന് ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പുണ്ടോ എന്ന് എനിക്ക് അറിയണം. ദീപ വാതിൽക്കലേക്ക് നടന്നു. വിജയന് അവളെ തടയണമെന്നുണ്ടായിരുന്നു. ദീപെ, അയാൾ വിളിച്ചു. അവൾ വാതിൽ തുറന്നുകൊണ്ട് തിരിഞ്ഞു നിന്ന് അയാളോട് പറഞ്ഞു, ഞാൻ വരുന്നതുവരെ വിജയൻ ഇവിടെ ഉണ്ടാകണം. അവൾ പുറത്തു കടന്ന് വാതിലടച്ച് കാത്തുനിന്ന കുമാരനോട് പറഞ്ഞു, പോകാം. വിജയൻ വരട്ടെ, കുമാരൻ പറഞ്ഞു. വിജയൻ വരുന്നില്ല. വിജയൻ ഇപ്പോൾ റെസ്റ്റ് ആവശ്യമാണ്. കുമാരൻ സംശയത്തോടെ ദീപയെ നോക്കി. കുമാരൻ വരൂ. അവിടെ വന്നിരിക്കുന്നവർ എനിക്കറിയാവുന്നവരാണ്. വിജയൻ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ കൂടുതൽ പ്രശ്നമായേക്കും. നമുക്ക് ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയല്ലേ വേണ്ടത്? ദീപ ചോദിച്ചു. പക്ഷേ വണ്ടിത്താവളത്തിൽ വന്ന് ആരും തന്റെ ഇടം കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അവിടുത്തുകാരുടെ സ്വഭാവം അറിയാമോ? ഞങ്ങൾക്ക് അവരെ കൈകാര്യം ചെയ്യാൻ അറിയാം. വിജയനോടൊരു വാക്ക് പറഞ്ഞില്ലെന്ന് പറയാനിട വരരുതെന്ന് കരുതിയ കാളിദാസൻ എന്നെ അയച്ചത്. കുമാരന്റെ ശബ്ദം അല്പം കനത്തു. ദീപ പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ ചുമലിൽ തട്ടി. മൃദുവായി, കുമാരൻ വാ. വാതിൽ തുറന്നു വന്ന വിജയൻ കണ്ടത് കോറിഡോറിന്റെ അവസാനത്തിൽ കുമാരനും ദീപയും സ്റ്റെയർ കേസ് ഇറങ്ങി പോകുന്നതാണ്. വിജയൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇവിടെ നിന്ന് പോയ കൈലാസ് വണ്ടിത്താവളത്തിലേക്ക് ചെന്നതെന്തിനാണ്? അമ്മയെ ഭയപ്പെടുത്തുക മാത്രമാണോ ഉദ്ദേശം? ഭയപ്പെടുന്ന ആളല്ലെങ്കിൽ പോലും അമ്മ മാനസികമായി തളർന്നിരിക്കുകയാണ്. എസ് പിയുമായി താൻ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടത്തുമെന്ന് അമ്മ കരുതിയില്ല. അയാളാണ് എന്റെ അച്ഛൻ. എന്ത് വികാരമാണ് അത് തന്നിൽ ഉണ്ടാക്കിയതെന്ന് വിജയന് മനസ്സിലായില്ല. അയാളോടുള്ള ദേഷ്യം എല്ലാ പോലീസുകാരുമായുള്ള പകയായി തന്നിൽ വളർന്നിരുന്നു. അതുകൊണ്ടാണ് ചാണ്ടിയുമായി ഏറ്റുമുട്ടാൻ തയ്യാറായത്. ഭാഗ്യത്തിന് അയാൾ തന്റെ വഴിയിൽ തന്നെ എത്തി. താൻ അയാളുടെ മകനാണെന്ന് എല്ലാവരും അറിഞ്ഞു. അതിൽ താൻ വിജയിച്ചുവെന്ന് വിജയന് ഉറപ്പായി. ഇത്ര ശക്തിയായി ഒരു മകനും അച്ഛനോട് നിങ്ങളാണ് എന്റെ അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടാവുകയില്ല. ഒരു പിതാവിനും ഇങ്ങനെയൊരു ഞെട്ടലുണ്ടായിട്ടുണ്ടാവില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അയാൾ തന്നെ അഭിമുഖീകരിച്ചിട്ടില്ലെന്ന് വിജയൻ ഓർത്തു. സ്നേഹം വേണ്ട, പ്രതികാരത്തോട് തിരിച്ചടിക്കാൻ പോലും വന്നില്ല. എസ് പി ആയിരിക്കുമോ മകനെയും കൂട്ടുകാരെയും വണ്ടിത്താവളത്തിലേക്ക് അയച്ചത്? അമ്മയുടെ അടുത്തേക്ക് ഞാൻ ഓടിയെത്തേണ്ടതായിരുന്നുവെന്ന് വിജയന് തോന്നി. അമ്മയ്ക്ക് താനല്ലാതെ മറ്റാരാണുള്ളത്? തന്നെ വളർത്താൻ വേണ്ടി അമ്മ എന്തൊക്കെ സഹിച്ചു. ആ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് അറിഞ്ഞിട്ട് താനൊരു പെണ്ണിന്റെ വാക്ക് കേട്ട് മാറി നിൽക്കുന്നു. ഉടൻ തന്നെ അയാൾക്ക് തോന്നി, ദീപ വെറും പെണ്ണല്ല. തന്നെ ഇടിയൻ ചാണ്ടിയുടെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയത് അവളുടെ നിർബന്ധ ബുദ്ധിയും അവളുടെ ഡാഡിയുടെ സ്വാധീനമാണ്. അല്ലെങ്കിൽ ചാണ്ടി തന്നെ കൊന്നേനെ. അവൾക്ക് കൈലാസിനെ നേരിടാൻ കഴിയും. എന്തായാലും തനിക്കോ അമ്മയ്ക്കോ വിഷമമുണ്ടാകുന്നതൊന്നും ദീപ ചെയ്യുകയില്ലെന്ന് വിജയനും തോന്നി. നല്ല മനസ്സുള്ള ഒരു സ്ത്രീയാണവൾ. വിജയന്റെ തോളിൽ ഒരു കൈ പതിഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോക്ടർ. എന്താണ് മിസ്റ്റർ വിജയൻ, സ്വപ്നം കാണുകയാണോ? വിജയൻ ചിരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട്? സുഖമുണ്ട് ഡോക്ടർ. നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ദീപ ഇപ്പോൾ പോയത്. ഡോക്ടർ വിജയന്റെ ഒപ്പം മുറിയിലേക്ക് വന്നു. ദീപയാണ് കാർ ഓടിച്ചത്. ആ ഫോർഡ് കാറിന്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുമാരന് അഭിമാനം തോന്നി. എന്താണ് കുമാരന്റെ ജോലി? ദീപ ചോദിച്ചു. മെക്കാനിക്കാണ്. വിജയന്റെ അയൽക്കാരനാണോ നിങ്ങൾ? അതെ. വിജയൻ മുൻശുണ്ടിക്കാരനാണല്ലേ? വിജയൻ ഇതുവരെ ആരോടും വഴക്കുണ്ടാക്കിയിട്ടില്ല. എന്ത് ജോലി ചെയ്യാനും ആരെയും സഹായിക്കാനും മടിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ അടിയുണ്ടാക്കിയത് ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, വിജയൻ അനീതിയും അക്രമവും കണ്ടുകൊണ്ട് നിൽക്കുകയില്ല. അക്രമവും അനീതിയും എല്ലായിടത്തുമില്ലേ? വിജയന് അതൊക്കെ അവസാനിപ്പിക്കാൻ പറ്റുമോ? ദീപ ചോദിച്ചു.
അതൊന്നും എനിക്കറിയില്ല. വിജയൻ പോർട്ടറുടെ ജോലി നോക്കുന്നെങ്കിലും വളരെ പഠിച്ച ആളാണ്. എനിക്ക് അത്രയും വിവരമൊന്നുമില്ല. ഞങ്ങളുടെ വണ്ടിത്താവളത്തിലുള്ളവർക്ക് തീരെയില്ല. അതുകൊണ്ടാണ് നാട്ടുകാർ അവരെ കൈവയ്ക്കുന്നതിന് മുമ്പ് വിജയനെ വിളിക്കാമെന്ന് പറഞ്ഞത്. ദീപ, അവിടെ വലത്തോട്ട് തിരിയണം. മേഘം ഒഴുകുന്നത് പോലെ കാർ അവിടേക്ക് തിരിഞ്ഞുപോയി. ദീപ ഉപയോഗിച്ചിരുന്ന സെന്റിന്റെ പരിമളം എയർ കണ്ടീഷൻ ചെയ്ത കാറിനുള്ളിൽ നേർമയായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. കുമാരൻ അവളെ നോക്കി. അത്ര സുന്ദരിയായ തരുണിയുടെ അടുത്ത് അയാൾ ഇത്ര സൗഹൃദത്തോടെ ഒരിക്കലും ഇരുന്നിട്ടില്ല. കുറെ ആളുകൾ നിൽക്കുന്നത് കണ്ട് കുമാരൻ പറഞ്ഞു, അവിടെ നിർത്തിയാൽ മതി. നേരെ കാണുന്നതാണ് വിജയന്റെ വീട്. കാർ ആളുകൾക്കടുത്ത് ചെന്ന് ചെറിയൊരു കുലുക്കത്തോടെ നിന്നു. അവര് പിന്നെയും വന്നു. എന്നാൽ വിടരുത്. ആളുകൾ കാറിനെ വളഞ്ഞു. ദീപ കാറിൽ നിന്നിറങ്ങി. അവളുടെ മുടി കാറ്റിൽ പറന്നു. വീടുകളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും ഇറങ്ങി വന്നു. ഇത് പുതിയൊരു ചരക്കാണല്ലോടാ, ഒരാൾ കമന്റ് പറയുന്നു. മറ്റവളുടെ വല്ലവരുമായിരിക്കും. മറ്റൊരാൾ, സഖാവേ, ദേ പുതിയ സാധനം വന്നിരിക്കുന്നു. 2-3 പേർ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി വരുന്നു. ആളുകൾ കാറിൽ കൈകൾ കൊണ്ട് തട്ടാൻ തുടങ്ങി. നല്ല പുത്തൻ കാർ കണ്ടപ്പോൾ അവരിൽ ചിലരുടെ കൈകൾ തരിച്ചു തുടങ്ങി. കാറിൽ നിന്നിറങ്ങിയ കുമാരൻ പോലും എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. അവരോട് ശാന്തരാകാൻ അയാൾ കൈയുയർത്തി കാണിച്ചു. പക്ഷേ ആളുകൾ അയാളെ തള്ളിമാറ്റി. അപ്പോഴേക്കും കാളിദാസൻ അവിടേക്ക് വന്നു. ദീപയെ കണ്ട് തിരിച്ചറിഞ്ഞ് അയാൾ ഓടിവന്ന് അവരോട് വിളിച്ചു പറഞ്ഞു, ആരും കുഴപ്പമുണ്ടാക്കരുത്. ഇത് വിജയന്റെ ഫ്രണ്ടാണ്. വിജയനെ സഹായിച്ചത് ഇവരാണ്. ആരും അവരെ തുടരുത്. ഒരലർച്ചയായിരുന്നു അത്. ഒരു ചുഴലിക്കാറ്റ് പൊടി പറത്തിക്കൊണ്ട് വണ്ടിത്താവളത്തിലെ ടാറിടാത്ത റോഡിലൂടെ പോയി. എടാ, വിജയൻ എന്തിയെ? കാളിദാസൻ കുമാരനോട് ചോദിച്ചു. അയാൾ സംഭവം പറഞ്ഞു. ആളുകൾ ജിജ്ഞാസയോടെ കാളിദാസനെയും ദീപയെയും നോക്കി. എല്ലാവരും പിരിഞ്ഞു പോ. ദീപ വിജയന്റെ അമ്മയെ കാണാൻ വന്നതാണ്. ഇവർ മറ്റവരുടെ കൂട്ടത്തിൽ പെട്ടതല്ല. വാ, എന്റെ കൂടെ വാ. കാളിദാസൻ ആളുകളെ മാറ്റി മുന്നിൽ നടന്നു. സതിയും സരസ്വതിയും മുറ്റത്തു നിന്ന് ദീപയെ നോക്കി. അത്ര പരിഷ്കാരിയായ ഒരു യുവതി വണ്ടിത്താവളത്തിൽ ആദ്യം വരികയാണ്. എന്നെ മനസ്സിലായോ? ഞാൻ കാളിദാസൻ. കാളിദാസൻ ദീപയെ നോക്കി ചിരിച്ചു. കാളിദാസനെ ഞാൻ മറക്കുമോ? ചക്കരമത്തിൽ കയറിയ അനുഭവം തന്നെ മതിയല്ലോ. ദീപ ചിരിച്ചു. അപ്പോൾ എന്റെ ഓട്ടോയുടെ പേര് പോലും ഓർക്കുന്നു. അതാണ് ഞാനിട്ട പേരിന്റെ ഒരു സുഖം. കാളിദാസൻ ചിരിച്ചു സന്തോഷത്തോടെ. കൈലാസം മറ്റും എവിടെ? അവരൊക്കെ പോയി. കാളിദാസൻ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. വിജയന്റെ വീടിന്റെ മുന്നിൽ അവർ നിന്നു. നാട്ടുകാർ കൈവയ്ക്കുമെന്ന് ഭയന്ന് ഇടിയൻ ചാണ്ടി കൈലാസിനെയും അവന്റെ മമ്മിയെയും കൊണ്ടുപോയി. ഇനിയവർ ഇങ്ങോട്ട് വരില്ല. ശ്രീദേവി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇതാണ് വിജയന്റെ അമ്മ. അമ്മേ, ഇതാണ് ദീപ. കാളിദാസൻ പരിചയപ്പെടുത്തി. എനിക്കറിയാം, എന്റെ മോനെ രക്ഷിച്ച കുട്ടിയല്ലേ, ശ്രീദേവി പറഞ്ഞു. വീട്ടിലേക്ക് വന്ന് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയെ കാണാനല്ലേ വന്നത്. ദീപ വളരെ അടുപ്പമുള്ള ആളെ പോലെ ശ്രീദേവിയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് ചെന്നു. അത് നോക്കി നിന്ന കാളിദാസന്റെ അടുത്തേക്ക് വന്ന സതിയും സരസ്വതിയും ചോദിച്ചു, ഇത് വിജയേട്ടന്റെ ആരാ? ആരാ? കാളിദാസൻ തിരിഞ്ഞു നോക്കി. അധ്യായം 18. വിജയനെ പോലീസ് സ്റ്റേഷനിൽ നിന്നിറക്കിയ ദീപയാണത്, കാളിദാസൻ പറഞ്ഞു. കുമാരൻ ചെല്ലുമ്പോൾ ദീപ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. വിജയൻ വന്ന് കൈലാസുമായി അടിയുണ്ടാക്കുമെന്ന് ഭയന്നാണ് ദീപ വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും നമ്മൾ ആ തെമാടികളെ വിരട്ടി ഓടിച്ചില്ലേ? കാളിദാസൻ ചിരിച്ചു. ആ ചേച്ചി നല്ലവളാ, നമുക്കൊന്ന് പരിചയപ്പെടാം, സതി പറഞ്ഞു. നമ്മുടെ വിജയൻ ചേട്ടനെ രക്ഷിച്ച ആളല്ലേ? ശരിയാ, സരസ്വതി സമ്മതിച്ചു. അവർ വിജയന്റെ വീട്ടിലേക്ക് ചെന്നു. ദീപ കസേരയിലിരുന്ന് ശ്രീദേവിയുമായി സംസാരിക്കുകയായിരുന്നു. ഇതാണ് എന്റെ പെൺമക്കൾ. ഇരട്ട സഹോദരിമാരെ കണ്ടപ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീദേവി പറഞ്ഞു. സതിയും സരസ്വതിയും. ദീപ എഴുന്നേറ്റ് കൈകൂപ്പി. അയ്യോ, ഞങ്ങളോട് ഇങ്ങനെ ബഹുമാനമൊന്നും കാട്ടണ്ട. ഞങ്ങൾ ഈ വണ്ടിത്താവളത്തിൽ താമസിക്കുന്ന പാവങ്ങളല്ലേ. ഞാനും പാവമാ, എനിക്കും സ്വന്തമായി വരുമാനമൊന്നുമില്ല, ദീപ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞല്ലോ കോടീശ്വരിയാണെന്ന് സതി പറഞ്ഞു. ചേട്ടന് എന്നെ അറിയാമോ? അറിയാം, ഓട്ടോ ഡ്രൈവറാണ്. ചക്കരമുത്ത ചേട്ടന്റെ വണ്ടി, സരസ്വതി പറഞ്ഞു. ഓ, ചക്കരമുത്ത്, എനിക്കറിയാം, ഞാൻ അതിൽ കയറിയിട്ടുണ്ട്. മോള് ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യുമോ? ശ്രീദേവിക്ക് അമ്പരപ്പായി. ദീപ ചിരിച്ചു. അമ്മയുടെ മോൻ മിടുക്കനാണല്ലേ. പിന്നെ എന്താ പോർട്ടറായി ജീവിതം നശിപ്പിക്കുന്നത്? ശ്രമിക്കാഞ്ഞിട്ടല്ല മോളെ, കിട്ടേണ്ടേ. അവനൊരു പിടിവാശിക്കാരനാ, പിന്നെ തലയിലെടുത്ത് നന്നാകണം, ശ്രീദേവി നിരാശയോടെ പറഞ്ഞു. എന്റെ മോന് തീരെ ഭാഗ്യമില്ല. ചേച്ചിയുടെ കമ്പനിയിൽ പോലും അഴിമതിയും കൈക്കൂലിയുമല്ലേ. വിജയേട്ടന് കിട്ടേണ്ട ജോലിയാ ഡയറക്ടർമാർ കൈക്കൂലി വാങ്ങി വേറെ ആർക്കോ കൊടുത്തത്. കാളിദാസൻ ചേട്ടൻ ഞങ്ങളോടെല്ലാം പറഞ്ഞു. സതി കുറ്റപ്പെടുത്തിയപ്പോൾ സരസ്വതി ഒരു താക്കീത് പോലെ ഒരു നോട്ടം നോക്കി. പിന്നെ പറഞ്ഞു, വിജയൻ ചേട്ടന് ഒരു ജോലി കൊടുക്കാൻ ചേച്ചിക്ക് പറ്റുമോ? അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടർമാരല്ലേ തീരുമാനിക്കുന്നത്. പിന്നെ നമുക്ക് ശ്രമിച്ചു നോക്കാം, എന്താ? ദീപ പറഞ്ഞു. ശ്രീദേവി പ്രതീക്ഷയോടെ അവളെ നോക്കി. അങ്ങനെ ചെയ്താൽ ചേച്ചിക്ക് 100 പുണ്യം കിട്ടും, സതി പറഞ്ഞു. അതെ, സരസ്വതിയും പിന്താങ്ങി. അത്രയ്ക്ക് സ്നേഹമാണോ വിജയനോട്? ദീപ അവരെ മാറി മാറി നോക്കി. ഇരുവരും കണ്ണുകൾ താഴ്ത്തി പുഞ്ചിരിച്ചു. നാണം അവരുടെ കവിളുകളിലുണ്ടായി. ദീപ അത് ശ്രദ്ധിച്ചു.
DSP കൃഷ്ണദാസിന്റെ വീട്ടിൽ ഒരു പൊട്ടിത്തെറി നടക്കുകയായിരുന്നു. കൃഷ്ണദാസ് ഭാര്യയോടും മകനോടും കണക്കറ്റ് ശോഭിച്ചു. എന്തിനാടി നീ വണ്ടിത്തെരുവിൽ പോയത്? എന്നെ നാണം കെടുത്താനാണോ? കൃഷ്ണദാസ് വേണിയെ നോക്കി അലറി. നിങ്ങളുടെ കാമുകയെ, അല്ല പഴയ ഭാര്യയെ ഒന്ന് കാണാൻ. വേണിയും അതേ സ്വരത്തിൽ പൊട്ടിത്തെറിച്ചു. അവളോട് മകനെയും കൂട്ടി ഇവിടെ വന്ന് താമസിച്ചോളാൻ പറയാൻ. കൃഷ്ണദാസിന്റെ ചെങ്കിൽ കുത്തിയാണ് വേണി സംസാരിച്ചത്. അദ്ദേഹം അവളെ ദഹിപ്പിക്കും പോലെ നോക്കി. ഞാനും മക്കളും ഇറങ്ങിത്തരാം. എന്റെ കൈലാസമന് തല്ലാൻ തക്ക അധികാരമുള്ള ആ പോർട്ടറും അവന്റെ തള്ളയും ഇവിടെ വന്ന് താമസിക്കട്ടെ. വേണി, നീ കുറച്ച് മനുഷ്യത്വത്തോടെ സംസാരിക്കേ. SP സഹികെട്ടു. എന്നെയും എന്റെ മക്കളെയും ഇതുവരെ വഞ്ചിക്കുകയായിരുന്നു നിങ്ങളോടാണോ മനുഷ്യത്വം? വേണി ചോദിച്ചു. കൈലാസ് ഡാഡിയെ നോക്കി നിൽക്കുകയായിരുന്നു. മകന്റെ മുന്നിൽ വെച്ച് ഭാര്യ അതൊക്കെ വിളിച്ചു കൂവുന്നതിലായിരുന്നു അദ്ദേഹത്തിന് ഏറെ സങ്കടം. എന്ത് പ്രശ്നമാണെങ്കിലും രഹസ്യമായി സംസാരിച്ച് ഒരു പരിഹാരം കണ്ടെത്താൻ വേണിക്ക് താല്പര്യമില്ല. അവൾക്ക് തന്നെ അപമാനിക്കുന്നതാണ് ആനന്ദം. മക്കളുടെ മുന്നിൽ വെച്ച് തന്നെ നാണം കെടുത്തിയാൽ പിന്നെ അവർ തന്നെ അനുസരിക്കുമോ, ബഹുമാനിക്കുമോ? ആ സംഭവത്തിന് ശേഷം കൃഷ്ണദാസിന് രൂപയുടെയും കൈലാസിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ എന്തിനാടാ കൂട്ടുകാരെയും കൂട്ടി അവിടെ പോയത്? അദ്ദേഹം മകനെ നോക്കി. അവളോട് മകനെയും കൂട്ടി നാട് വിട്ടോളാൻ പറയാൻ, അല്ലെങ്കിൽ അവളെ ആ വീട്ടിലിട്ട് ചുടുമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വയ്യ നാണക്കേട് സഹിക്കാൻ, കൈലാസ് പറഞ്ഞു. എടാ, നീ എന്ത് മട്ടത്തരമാണ് കാണിച്ചതെന്ന് നിനക്കറിയാമോ? ഇതിപ്പോൾ അവിടെയുള്ള എല്ലാവരും അറിഞ്ഞു കാണും. അറിയട്ടെ, അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. എടാ മോനെ, ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ മുതലെടുക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ആരെങ്കിലും വീട് കത്തിച്ചാലോ? നല്ല കാര്യം. എന്നാൽ ഞങ്ങളുടെ ജോലി കുറഞ്ഞു, കൈലാസ് പറഞ്ഞു. എടാ, ആര് കത്തിച്ചാലും കുറ്റം നിങ്ങളുടെ മേലാകും. നിങ്ങളുടെ മേലല്ല, എന്റെ മേൽ. ഞാൻ ആളുകളെ അയച്ച് കത്തിച്ചതാണെന്ന് ശത്രുക്കൾ പ്രചാരണം നടത്തും. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് ശത്രുക്കളുണ്ട്. അത് മുതലെടുക്കാൻ ശ്രമിച്ചാലോ? എന്റെ അധികാരം ഉപയോഗിച്ചൊന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അബദ്ധം ചെയ്തതുപോലെ കൈലാസ് ഡാഡിയെ നോക്കി. വിജയനോ അവന്റെ അമ്മയോ കൊല്ലപ്പെട്ടാൽ പ്രശ്നം അതിലും ഗുരുതരമാവും. ആരെങ്കിലും ആ രീതിയിൽ ഒരു ചരടുവലി നടത്തിയാൽ ചിലപ്പോൾ എന്റെ ജോലി പോലും അപകടത്തിലാകും. രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളെ ഇളക്കാൻ എന്തെങ്കിലും വേണം. അറിയില്ല നിനക്ക്? നിങ്ങൾ രണ്ടുപേരും വണ്ടിത്താവളത്തിൽ ചെന്ന് ബഹളമുണ്ടാക്കിയതിന് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ സാക്ഷികളാണ്. ഞാനതൊന്നും ആലോചിച്ചില്ല. അവരെ എങ്ങനെയെങ്കിലും ഈ ടൗണിൽ നിന്ന് ആട്ടിപ്പായിക്കണം, കൈലാസ് പറഞ്ഞു. അവളിവിടെ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല, വേണി പറഞ്ഞു. നിങ്ങളൊക്കെ കൂടി എന്റെ മനസ്സമാധാനം കെടുത്തി, കൃഷ്ണദാസ് പറഞ്ഞു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അത് കുടിക്കാതിരിക്കാൻ വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യണം. നിങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോലീസ് സൂപ്രണ്ടായിരുന്നെങ്കിൽ അവളും ആ തെണ്ടിച്ചെറുക്കനും ഇനിയും അവിടെ അന്തസ്സായി പൊറുക്കുമായിരുന്നോ? അവൾ ഈ ഭൂമിക്ക് മുകളിൽ ഉള്ളിടത്തോളം കാലം എനിക്കും മനസ്സമാധാനം ഉണ്ടാവുകയില്ല. പിന്നെയുള്ള കാര്യം, പിന്നെ എന്റെ ഡാഡി ഇതറിഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നാണക്കേട് കൊണ്ട് എന്റെ വീട്ടുകാർ പുറത്തിറങ്ങിയിട്ടില്ല. പത്രത്തിൽ വാർത്തയിടാൻ തുടങ്ങിയത് ഡാഡിയെ അവരോട് റിക്വസ്റ്റ് ചെയ്ത് തടഞ്ഞത്. എന്റെ ഡാഡി ആരുടെയും കാല് പിടിച്ചിട്ടില്ല, അറിയാമോ? കൃഷ്ണദാസ് ഭാര്യയെ നോക്കി. പേടിപ്പിക്കണ്ട, വേണി പറഞ്ഞു. ഞാൻ വേണോ അവൾ വേണോ എന്ന് തീരുമാനിച്ചോളൂ. ഞാനും എന്റെ മക്കളും വേണമെങ്കിൽ അവളും അവളുടെ മകനും ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. അവര് താമസിക്കുന്നത് എന്റെയും നിന്റെയും ചെലവിലല്ല. എനിക്കവരെ എന്തു ചെയ്യാൻ പറ്റും? കൃഷ്ണദാസ് വിഷമത്തോടെ ചോദിച്ചു. നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നാണ് എനിക്കും മക്കൾക്കും അറിയേണ്ടത്. എനിക്കിതേപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് നീങ്ങും. അപ്പോൾ വണ്ടിത്താവളത്തിലെ തെണ്ടുകൾക്കോ സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിക്കോ തടയാൻ പറ്റില്ലെന്ന് വരും. വേണിയാണ് പറയുന്നത്. ഭാര്യ വെട്ടിത്തിരിഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി. ഹൃദയത്തിലൂടെ ഒരു ഇടിവാൾ കടന്നു പോയതുപോലെ SP മരവിച്ചു നിന്നു. വേണിയുടെ ചെരുപ്പ് ഞെരിഞ്ഞമരുന്നത് തന്റെ നെഞ്ചിലാണെന്ന് അദ്ദേഹത്തിന് തോന്നി. തനിക്ക് തന്റെ ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതേ മാർഗമുള്ളൂ. SP കൃഷ്ണദാസ് നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു. വിജയനും ശ്രീദേവിയും ഇല്ലാതാവണം. ഒരു കരച്ചിൽ കാതുകളിൽ ആർത്തലച്ചു. അധ്യായം 19. വിജയനും ശ്രീദേവിയും ഇല്ലാതാവണം. എന്നാലേ തനിക്കൊരു ജീവിതമുണ്ടാകൂ. തന്റെ ഭാര്യയും മക്കളും ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DSP കൃഷ്ണദാസ് കസേരയിലിരുന്നു. കാതുകളിൽ ആ കുഞ്ഞിന്റെ കരച്ചിൽ ആർത്തലച്ചു കൊണ്ടിരുന്നു. ശാന്തസുന്ദരമായ ഗ്രാമം, വയലുകളും പുഴകളുമുള്ള പച്ചപുതച്ച ഗ്രാമം. സർക്കിളായി തനിക്ക് പ്രമോഷൻ കിട്ടിയപ്പോൾ ആദ്യമായി ചാർജ് എടുത്തത് അവിടെയാണ്. അച്ഛന്റെ സുഹൃത്താണ് സഖാവ് സുഗതൻ. സഖാവിന്റെ മാതാപിതാക്കൾ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലീസിന്റെ മർദ്ദനമേറ്റ് രോഗികളായി അകാലത്തിൽ മരിച്ചുപോയി. തന്റെ അച്ഛനും സുഗതന്റെ അച്ഛനും കുടിപ്പള്ളിക്കൂടത്തിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. സഖാവിന്റെ ആത്മാർത്ഥമായ ശ്രമം കൊണ്ടാണ് തനിക്ക് സർക്കിളായി പ്രമോഷൻ കിട്ടിയത്. സർക്കിളായി ചാർജ് എടുത്തപ്പോൾ ഒരു താമസ സ്ഥലം ശരിയാക്കി തന്നതും സുഗതൻ ചേട്ടനാണ്. അവരുടെ വീടിനോട് ചേർന്ന് ചെറിയൊരു വീട് കൂടിയുണ്ടായിരുന്നു. സുഗതൻ ചേട്ടനെ വീതം കിട്ടിയതായിരുന്നു ആ 10 സെന്റും വീടും. അവിടെ താമസമാക്കിയ തനിക്ക് ഭക്ഷണമെല്ലാം സുഗതൻ ചേട്ടന്റെ വീട്ടിൽ നിന്നായിരുന്നു. ചേട്ടന്റെ സഹോദരി നന്നായി പാചകം ചെയ്യും. ആറ്റുമീൻ പുളിയിട്ട കറി വയ്ക്കും. നല്ല അച്ചാറുകളും അവിയലും ഉണ്ടാക്കും. ആ ഭക്ഷണത്തിന്റെ രുചി ഇപ്പോഴും വായിൽ വരും. ആ രുചിയാണ് തന്നെ ശ്രീദേവിയോട് അടുപ്പിച്ചത്. സഖാവ് അറിയാത്ത ഒരു രഹസ്യം.
തനിക്ക് പാറശാലയ്ക്ക് സ്ഥലം മാറ്റം വരുന്നുവെന്നറിഞ്ഞപ്പോൾ ശ്രീദേവിയെ പിരിയണമല്ലോ എന്ന് വിഷമമായി. അവളെ ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല. SI സ്റ്റേഷനുകളിൽ മാറി മാറി ജോലി ചെയ്തപ്പോൾ പല സ്ത്രീകളെയും വശത്താക്കിയിട്ടുണ്ട്. ആഗ്രഹിച്ചതൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ സഖാവ് സുഗതന്റെ സഹോദരിയെ കൈവയ്ക്കാൻ ധൈര്യം വന്നില്ല. പക്ഷേ അവൾക്ക് തന്നോട് കലശലായ പ്രണയമായിരുന്നു. ഒരു ദിവസം ഒരു ചട്ടമ്പിയുമായി ഏറ്റുമുട്ടി. പിടികൂടിയപ്പോൾ തനിക്ക് നല്ല ചതവുണ്ടായിരുന്നു. അന്ന് കുഴമ്പ് തയ്ക്കാനും ചൂട് പിടിക്കാനും ശ്രീദേവി സഹായിച്ചു. തനിക്ക് കിട്ടിയ മർദ്ദനം ഇത്രയേറെ അവളെ വേദനിപ്പിച്ചെന്ന് ആ മുഖത്ത് അറിയാമായിരുന്നു. ചൂട് വയ്ക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പോലീസുകാർക്ക് ഇതൊന്നും പുത്തരിയല്ലെന്നും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നും താൻ സമാധാനിപ്പിച്ചപ്പോൾ ശ്രീദേവി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും കാതിലെത്തുന്നു. കൃഷ്ണേട്ടനെ വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ആ കണ്ണുകളിൽ നോക്കിയപ്പോൾ അസാധാരണമായ തിളക്കം കണ്ടു. അവളുടെ തോളിൽ തൊട്ടപ്പോൾ തന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ സ്പർശം ശക്തിയായി അമർന്നപ്പോൾ അവൾ തന്റെ മാറിലേക്ക് ചാഞ്ഞു. നെഞ്ചിലൊരു ചുംബനം. അവളുടെ ചുണ്ടുകൾ പതിഞ്ഞത് തന്റെ ഹൃദയത്തിന് മുകളിലാണെന്ന് തോന്നി. അവൾ തന്നിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. അടുത്ത ആഴ്ച സ്ഥലമാറ്റം ഓർഡർ വന്നു. ഞാൻ തിരിച്ചു വരുമെന്നും ശ്രീദേവിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുമെന്നും കയ്യിലടിച്ച് സത്യം ചെയ്തിട്ടാണ് പോയത്. വെറുതെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി. പിന്നെ അവിടേക്ക് ചെന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൻ തന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. തന്റെ മകൻ. തനിക്ക് മനസ്സമാധാനം വേണമെങ്കിൽ, തന്റെ കുടുംബജീവിതം തകരാതിരിക്കണമെങ്കിൽ അവരുണ്ടാകരുത്. വേണിയും കൈലാസം പറയുന്നതിൽ കാര്യമുണ്ട്. അവരെങ്ങനെ ഈ അപമാനം സഹിക്കും? എന്തിനവരിത് സഹിക്കണം? താൻ ഉണ്ടാക്കിയ അപമാനം താൻ തന്നെ ഇല്ലാതാക്കണം. SP കൃഷ്ണദാസ് ആലോചിച്ചു. എങ്ങനെ? ഇടിയൻ ചാണ്ടിയുടെ മുഖമാണ് മനസ്സിൽ വന്നത്. അയാളേക്കാൾ വിശ്വസ്തനായ ഒരാളെ തനിക്ക് കിട്ടുകയില്ല. ഫോണെടുത്ത് ഡയൽ ചെയ്തു. CI മറുവശത്തു നിന്ന് ശബ്ദം. SP സാർ. ചാണ്ടിയുടെ ശബ്ദത്തിന് പെട്ടെന്ന് മാറ്റമുണ്ടായി. അനുസരണയുള്ള നായയുടെ ഭാവം ആ മുഖത്തുണ്ടാകുന്നത് കൃഷ്ണദാസ് ഭാവനയിൽ കണ്ടു. താൻ ഉടനെ രാമവർമ്മ ക്ലബിൽ വരണം സാർ. ഫോൺ വെച്ചു. കൃഷ്ണദാസ് കസേരയിൽ ചാരി കണ്ണടച്ചു. ദീപയും കാളിദാസനും വന്നപ്പോൾ വിജയൻ അവരെ ഉത്കണ്ഠയോടെ നോക്കി. ജനലഴിയിൽ പിടിച്ച് അസ്വസ്ഥതയോടെ നിൽക്കുകയായിരുന്നു വിജയൻ. എന്റെ അമ്മയെ അവരെന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല, ഒന്നും സംഭവിച്ചുമില്ല. ദീപ പുഞ്ചിരിച്ചു. നടന്നതൊക്കെ കാളിദാസൻ പറഞ്ഞു. അപ്പോഴാണ് അമ്മ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത്. അമ്മ ഡോക്ടറെ കണ്ടിട്ടാണ് വന്നത്. നമ്മളെ വണ്ടിത്താവളത്തിൽ നിന്ന് ഓടിക്കാനാണ് അവരുടെ ശ്രമം. പോകണോ ശ്രീദേവി അമ്മയ്ക്ക്? വിജയൻ അമ്മയെ നോക്കി. എനിക്കൊന്നും അറിയില്ല മോനെ. എന്നാൽ എനിക്കറിയാം നമ്മൾ ഒരിടത്തും പോകുന്നില്ല. ഒരുത്തനും ഭീഷണിപ്പെടുത്തി നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനും കഴിയില്ല, വിജയൻ പറഞ്ഞു. ഉടനെ വെളിയിലൊരു ബഹളം കേട്ടു. കുറെ പോർട്ടർമാർ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നു. ഉമ്മറും റോയിയും ജോയിയും അരവിന്ദനും ഉണ്ടായിരുന്നു മുന്നിൽ. എല്ലാ യൂണിയനുകളിലും പെട്ട പോർട്ടർമാരുണ്ട്. ആരാ വിജയ നിന്നെ തല്ലിയത്? എന്നെ ആരും തല്ലിയില്ല. നിങ്ങളോട് ആരാ പറഞ്ഞത്? വിജയൻ ചോദിച്ചു. വരാന്തയിൽ തിങ്ങിക്കൂടി അകത്തേക്ക് കയറി വരുന്ന പോർട്ടർമാരെ ദീപ അമ്പരപ്പോടെ നോക്കി. നേരാണോ നീ പറയുന്നത്? അരവിന്ദൻ ചോദിച്ചു. അതെ. ഞാൻ എന്തിനാണ് നിങ്ങളോട് കള്ളം പറയുന്നത്? നിങ്ങളെല്ലാവരും കൂടി വന്നതെന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പോർട്ടർമാർ പരസ്പരം നോക്കി. ചിലരുടെ കയ്യിൽ വടിവാളുണ്ടായിരുന്നു. ചിലർ ചങ്ങല കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്നു. ടൗണിൽ ഞങ്ങൾ അറിഞ്ഞത് SP ചെറുക്കനും ഗുണ്ടകളും ചേർന്ന് വിജയന്റെ വീട് തല്ലിപ്പൊളിച്ചെന്നും വിജയനെ ഹോസ്പിറ്റലിൽ വന്ന് തല്ലിയെന്നുമാണ്. ഒരു പോർട്ടറെ തല്ലിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ? റോയ് പറഞ്ഞു. കാവി യൂണിഫോം ധരിച്ച ഒരു തടിയൻ പറഞ്ഞു കനത്ത സ്വരത്തിൽ. വിജയ, നമ്മൾ പല യൂണിയൻകാരായിരിക്കും, പക്ഷെ നമ്മൾ തൊഴിലാളികളാ. യൂണിഫോമിന്റെ നിറം പലതാണെങ്കിലും ചോരയുടെ നിറം ഒന്നാ. വിജയനെ തൊട്ടവനെ വെട്ടാനായിട്ടാ ഞങ്ങൾ വന്നത്. ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ടാ ഇവിടെ ആദ്യം വന്നത്. കുറേ പേർ വണ്ടിത്താവളത്തിലേക്ക് പോയിട്ടുണ്ട്. നിന്നെ തൊട്ടാൽ ഞങ്ങൾ വിടുമോടാ. അവരെയും CA ചാണ്ടിക്കും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, വിജയൻ പറഞ്ഞു. ദീപയ്ക്ക് അത്ഭുതം തോന്നി. എത്ര സ്നേഹമുള്ള തൊഴിലാളികൾ. ഒരാൾക്ക് ഒരാപത്ത് വന്നപ്പോൾ പോർട്ടർമാർ ഒന്നിച്ചെത്തിയിരിക്കുന്നു. CA ചാണ്ടി 3 ലാർജ് വിസ്കി കഴിച്ചു. മേശയ്ക്കപ്പുറത്തുള്ള SP നോക്കി. കൃഷ്ണദാസിന്റെ വിഷമം അയാൾക്ക് മനസ്സിലായി. വിജയനെ ഒഴിവാക്കണം, അവന്റെ അമ്മയെയും. അവരിനി സാറിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി കടന്നു വരാതിരിക്കാൻ വേണ്ടത് ഞാൻ ചെയ്തു കൊള്ളാം. പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ സാർ സംരക്ഷിക്കേണ്ടി വരും. കുറെ പണവും ചെലവാകും. ഞാനെന്ത് ചെയ്യും ചാണ്ടി? ഇപ്പോൾ എനിക്ക് വലുത് എന്റെ ജീവിതമാണ്. മക്കളുടെ മുഖത്ത് നോക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല. അവൾക്കൊരു വിവാഹം വരുമ്പോൾ ഈ കഥകൾ അറിഞ്ഞ് അന്തസ്സുള്ള ആരെങ്കിലും എന്നോടൊരു ബന്ധം കൂടുമോടോ? SP ചോദിച്ചു. എനിക്ക് നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയില്ലേ തനിക്ക്? അറിയാം സാർ. അവനെ ഞാനൊരു കേസിൽ കുടുക്കി അകത്താക്കും. പിന്നെ അവൻ ജാമ്യമില്ലാതെ ജയിലിലായിരിക്കും. അവന്റെ അമ്മ ആത്മഹത്യ ചെയ്യും. കുറെ കഴിഞ്ഞ് ജയിലിൽ വെച്ച് വിജയനും മരിക്കും, CA ചാണ്ടി പറഞ്ഞു. നിറച്ചു വെച്ചിരുന്ന ഗ്ലാസ് ഒറ്റ വലിക്ക് കാലിയാക്കിയിട്ട് SP കൃഷ്ണദാസ് വിയർത്ത മുഖത്തോടെ CA ചാണ്ടിയെ നോക്കി. അധ്യായം 20. താൻ എങ്ങനെയാണത് ചെയ്യാൻ പോകുന്നത്? SP കൃഷ്ണദാസ് CA ചാണ്ടിയോട് ചോദിച്ചു. ഏത് കേസിലാണ് വിജയനെ ശിക്ഷിക്കുന്നത്?
എങ്ങനെയാണ് ആ ശ്രീദേവി ആത്മഹത്യ ചെയ്യുന്നത്? വെരി സിമ്പിൾ. അതിനൊക്കെ എനിക്ക് ആളുകളുണ്ട്. ചാണ്ടി ചിരിച്ചു. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് പറയുന്നത് പോലെ ഒരു ബാസ്റ്റഡിനെ മറ്റൊരു ബാസ്റ്റഡിനെ കൊണ്ട് നേരിടണം. ചാണ്ടി വിയർത്തൊഴുകുന്ന SP മുഖത്തേക്ക് നോക്കി വീണ്ടും ഗ്ലാസ് നിറച്ചു. ചാണ്ടി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് കൃഷ്ണദാസിന് ഉറപ്പുണ്ട്. എടോ, ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് ആരും അറിയരുത്. ഇല്ല സാർ, ആരും അറിയില്ല. ചാണ്ടി ഗ്ലാസ് കാലിയാക്കി. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? സാറിന് വിഷമം തോന്നുമോ? താൻ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. വിജയൻ എന്റെ മകനാണോ എന്നല്ലേ SP ചോദിച്ചു. അതെ സാർ, എനിക്കിപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നു. അതേടോ, അവനെന്റെ മകൻ തന്നെയാണ്. ഒരിക്കൽ എന്റെ കാമുകിയായിരുന്നു അവന്റെ അമ്മ. അവൾ കള്ളം പറയില്ല. ശ്രീദേവി അങ്ങനെ ഒരു സ്ത്രീയാണ്. പക്ഷേ ഇന്ന് ഇങ്ങനെയൊരു പ്രശ്നമായി അവൻ വരുമെന്ന് കരുതിയില്ല, അല്ലേ സാർ? അതേടോ, ഇതെന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. കൃഷ്ണദാസ് ഹൃദയവ്യതയോടെ പറഞ്ഞു. എന്റെ മാന്യത, പദവി എല്ലാം തകർന്നില്ലേടോ. എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. അവളാണെങ്കിൽ വലിയ അഭിമാനിയാ. എന്റെ മക്കൾ എന്നെ ശത്രുക്കളെ പോലെയാണ് കരുതുന്നത്. അവരുടെ നോട്ടത്തെ നേരിടാൻ കരുത്തില്ലടോ. തീയിൽ പോലും ഇതിനേക്കാൾ സുഖമായി കഴിയാമെന്നാ എനിക്ക് തോന്നുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദന അത് ഭയങ്കരമാണടോ. എനിക്കറിയാം സാർ. സാറിനെ സഹായിക്കാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ചാണ്ടി പറഞ്ഞു. തന്നെ വിശ്വസിക്കാമെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വിളിച്ചത്. ഇപ്പോൾ എനിക്ക് അല്പം സമാധാനം തോന്നുന്നു. SP വീണ്ടും മദ്യം ഗ്ലാസ്സിൽ പകർത്തി. ചാണ്ടി അതിൽ ഐസിട്ട് സോഡ പകർന്നു. കൃഷ്ണദാസ് ഒറ്റ വലിക്ക് പകുതി കുടിച്ചിട്ട് ഗ്ലാസ് വെച്ചു. പിന്നെയും എടുത്ത് ഗ്ലാസ് കാലിയാക്കി. വിജയന് സുഖമായി. വീട്ടിൽ ചെന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ പഴയ ആരോഗ്യം തിരിച്ചു കിട്ടും. ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തപ്പോൾ വിജയനോട് പറഞ്ഞു. അപ്പോൾ ശ്രീദേവിയും കാളിദാസനും സതിയും കൂടെയുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഡോക്ടർ തുടർന്നു. എന്താ ഡോക്ടർ? വിജയൻ ഡോക്ടറെ നോക്കി. ഉത്കണ്ഠയോടെ ശ്രീദേവിയും. ഇനി സ്ട്രീറ്റിൽ അടിയുണ്ടാക്കാനും പോലീസിനെ തല്ലുകൊള്ളാനുമൊന്നും പോകരുത്. വിജയൻ ചെറുപ്പമല്ലേ, പഠിപ്പും കഴിവുമുള്ളവൻ. നല്ലൊരു ജീവിതം മുന്നിലുണ്ട്. ഈ ജീവിതം നശിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. നഷ്ടപ്പെട്ടത് ഒരിക്കൽ തിരിച്ചു വേണമെന്ന് ആശിച്ചാൽ അപ്പോഴത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. നല്ലൊരു ജീവിതം കണ്ടെത്താൻ ശ്രമിക്കൂ. ഓൾ ദി ബെസ്റ്റ്. ഡോക്ടർ നടന്നുപോയി. ശ്രീദേവി വിജയന്റെ കൈ പിടിച്ചു. അവർ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയപ്പോൾ വെളിയിൽ പോലീസ് ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. എടാ, ആ ജീപ്പിലിരിക്കുന്നത് ഇടിയൻ ചാണ്ടിയ, കാളിദാസൻ പറഞ്ഞു. അയാൾ ഭയങ്കര പകയുള്ള ചെകുത്താനാണെന്നാണ് എല്ലാവരും പറയുന്നത്. വിജയൻ ജീപ്പിലേക്ക് നോക്കി. ജീപ്പിൽ സർക്കിളും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. ചാണ്ടി കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നതിനാൽ അയാളുടെ നോട്ടം എവിടേക്കാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വിജയന് കൂസലൊന്നും തോന്നിയില്ല. അവർ കാളിദാസന്റെ ഓട്ടോയിൽ കയറി വണ്ടിത്താവളത്തിലേക്ക് പുറപ്പെട്ടു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സതിയും സരസ്വതിയും ഓടി വന്നു. ശ്രീദേവി ആന്റി. എന്താ മോളെ? അടുക്കളയിൽ ജോലിയിലായിരുന്ന ശ്രീദേവിയെ കൈതുടച്ചുകൊണ്ട് സ്വീകരണ മുറിയിലേക്ക് വന്നു. ഒരു പുസ്തകം വായിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുകയായിരുന്നു വിജയൻ. ഒരു കാറ്, അതിലാരൊക്കെ വന്ന് വിജയേട്ടന്റെ വീട് തിരക്കുന്നു, സതി പറഞ്ഞു. എന്റെ ഈശ്വര, ഇനി ആരാണാവോ വഴക്കിന് വരുന്നത്? ശ്രീദേവിക്ക് പരിഭ്രാന്തിയായി. ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ ആരും അനുവദിക്കില്ലേ? അമ്മയുടെ കരച്ചിൽ കേട്ട് വിജയൻ എഴുന്നേറ്റു. അപ്പോൾ വാതിൽക്കൽ ഒരു കാൽപ്പനിമാറ്റം. ശ്രീദേവി അയാളെ നോക്കി. അയാൾ വടികുത്തി അകത്തേക്ക് വന്നു, പുഞ്ചിരിച്ചുകൊണ്ട്. എല്ലാവർക്കും അമ്പരപ്പായിരുന്നു. അയാൾ വിജയനെയും ശ്രീദേവിയെയും നോക്കി. ഞാൻ ദീപയുടെ അച്ഛനാണ്, അവൾ പറഞ്ഞയച്ചതാണ്, അദ്ദേഹം പറഞ്ഞു. ശ്രീദേവിക്കും വിജയനും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സാർ ഇരിക്കൂ, ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ശ്രീദേവി വല്ലായ്മയോടെ ഒരു കസേര നീക്കിയിട്ടു. താങ്ക് യു, പക്ഷെ ഞാൻ ഇരിക്കുന്നില്ല. എൻ്റെ ഫാക്ടറിയിലേക്ക് ഒരു അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജറെ വേണം. ദിസ് ഈസ് യുവർ അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഗോപികൃഷ്ണൻ ഒരു കവർ വിജയന്റെ നേരെ നീട്ടി. സരസ്വതിയുടെയും സതിയുടെയും മുഖം സന്തോഷം കൊണ്ട് തുടുത്തു. വിജയൻ ചേട്ടന് ജോലി. വിജയൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സാർ, കവർ വാങ്ങിച്ചപ്പോൾ വിജയന്റെ കൈ വിറച്ചു. ദീപ ഇത് ഞാൻ തരണമെന്ന് നിർബന്ധിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ വിജയൻ ഈ ജോലി സ്വീകരിക്കില്ലെന്ന് സംശയം പ്രകടിപ്പിച്ചു. എന്റെ മോൾക്ക് വിജയന്റെ കഴിവിൽ വിശ്വാസമാ. അവളുടെ സെലക്ഷനിൽ എനിക്ക് മതിപ്പാ. അദ്ദേഹം പുഞ്ചിരിച്ചു. ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. കൈകൂപ്പി അവർ പറഞ്ഞു. വളരെ നന്ദി സാർ. എന്റെ മോനെ ഒരു ചട്ടമ്പിയായി തെരുവിലേക്ക് എങ്ങനെ അയക്കുമെന്ന് ഭയന്നിരിക്കുകയായിരുന്നു ഞാൻ. എന്തിനാ കരയുന്നത്? ദൈവമല്ലേ കൂടെയുള്ളത്, വരട്ടെ. അദ്ദേഹം തിരിച്ചു നടന്നു. ശ്രീദേവിക്കോ വിജയനോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. രണ്ടുപേർ കാറിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഗോപികൃഷ്ണൻ ചെന്നപ്പോൾ ഡ്രൈവർ വാതിൽ തുറന്നു പിടിച്ചു. അദ്ദേഹം കയറിക്കഴിഞ്ഞ് ഡ്രൈവറും കയറി. കാർ വണ്ടിത്താവളത്തിന്റെ നടുവിലൂടെ ഒഴുകിപ്പോയി. നമ്മുടെ വിജയൻ ചേട്ടന് ജോലി കിട്ടി. സതി അയൽക്കാരെയെല്ലാം സന്തോഷ വാർത്ത അറിയിക്കാനായി ഒറ്റയോട്ടം. കൈലാസും രാജൻ ബാബുവും റെസ്റ്റോറന്റിലിരിക്കുമ്പോൾ ഫ്രാൻസിസ് ഓടിക്കുതച്ച് അവിടെ എത്തി. എടാ പോയി, എല്ലാം പോയി, അയാൾ നിലവിളിക്കും പോലെ പറഞ്ഞു. എന്താടാ, നിന്നെ ആരെങ്കിലും അടിച്ചോ? കൈലാസ് ചോദിച്ചു. അടിച്ചാൽ പോലും ഇത്രയും വേദനിക്കില്ലായിരുന്നു. മാതാ കാറ്റിൽ ഫീഡിലെ എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ക്യാൻസൽ ചെയ്തടാ. രാജൻ ബാബു നടുക്കത്തോടെ ഫ്രാൻസിസിനെ നോക്കി. അതെന്ത് തെമ്മാടിത്തരമാ? എനിക്ക് പകരം എടുത്തിരിക്കുന്നത് ആ പോർട്ടർ വിജയനെയാണ്. ഇത്തവണ ഞെട്ടിയത് കൈലാസാണ്. അപ്പോൾ ഡയറക്ടർ ശേഖർ നിന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ വാങ്ങിച്ചതോ? അവനെ ഞാൻ കൊല്ലും. ഫ്രാൻസിസ് ഭ്രാന്ത് പിടിച്ചവനെ പോലെ പുലമ്പി.
അധ്യായം 21. കൈലാസും രാജൻ ബാബുവും ഫ്രാൻസിസിന്റെ ശബ്ദം കേട്ട് ഭയന്നുപോയി. റെസ്റ്റോറന്റിൽ ഇരുന്നവരെല്ലാം അവരെ തിരിഞ്ഞു നോക്കി. എന്റെ 3 ലക്ഷം രൂപയാ ഡയറക്ടർ ബോർഡിലുള്ളവർ കൊണ്ടുപോയി തിന്നത്. ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് പകരം ആ പോർട്ടർക്ക് ജോലി കൊടുത്തിരിക്കുന്നു. ഫ്രാൻസിസ് പല്ലിഞ്ഞരിച്ചു. അവളാണ് അതിന് പിന്നിൽ. ആ ദീപ. കൈലാസ് പറഞ്ഞു. നീയൊന്ന് സമാധാനമായിട്ടിരിക്കെ. എന്താ നിനക്ക് കുടിക്കാൻ വേണ്ടത് ഫ്രാൻസിസെ? രാജൻ ബാബു കൂട്ടുകാരനെ തണുപ്പിക്കാൻ ശ്രമിച്ചു. എന്ത് കാര്യത്തിനും ഒരു പരിഹാരമില്ലേ? എന്ത് പരിഹാരം? ഫ്രാൻസിസ് പൊട്ടിത്തെറിച്ചു. ഇനി എന്റെ ജോലി കിട്ടുമോ? എന്തു പ്രതീക്ഷയായിരുന്നു എനിക്ക്? എല്ലാം പോയില്ലേ എന്റെ രൂപ. ആ ഡയറക്ടർ ശേഖർ ഇത്ര ചെറ്റയായി പോയല്ലോ. വാക്കിന് വിലയില്ലാത്തവൻ. അവനെ ഞാൻ ശരിയാക്കും. രാജൻ ബാബു ഫ്രാൻസിസിന്റെ ചുമലിൽ പിടിച്ചു. നമുക്ക് പരിഹാരമുണ്ടാക്കാമടാ. എന്ത് പരിഹാരം? കെട്ടാൻ പോകുന്ന പെണ്ണിനോട് തല്ലുമേടിച്ച നീയാണോ ഇതിന് പരിഹാരമുണ്ടാക്കുന്നത്? ഫ്രാൻസിസ് ചൂടിൽ തന്നെയായിരുന്നു. അടിയേറ്റതുപോലെ രാജൻ ബാബു ചുറ്റും നോക്കി. എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. എന്തെങ്കിലും ഇടയ്ക്ക് കയറി പറഞ്ഞാൽ ഫ്രാൻസിസ് തന്നെയും ചീത്ത വിളിക്കുമെന്നറിയാവുന്നതിനാൽ കൈലാസ് മിണ്ടിയില്ല. ആ ദീപയാണ് എന്നെ പാരവെച്ചത്. അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമോ നിനക്ക്? രാജൻ ബാബുവിനെ നോക്കി ഫ്രാൻസിസ് ചോദിച്ചു. നിയമനം നടന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും നമുക്ക് അന്വേഷിക്കാം. വാടാ, നമുക്ക് കാലിത്തീറ്റയുടെ ഡയറക്ടർ ശേഖരെ ചെന്ന് കാണാം. MLA ഗിരിജാ മേഡത്തിന്റെ റെക്കമെൻഡേഷൻ ഉള്ളതല്ലേ? ഡയറക്ടർ എന്താ പറയുന്നതെന്ന് അറിയാമല്ലോ. കൈലാസ് എഴുന്നേറ്റു. എടാ, നീ പറയുന്നത് സത്യമാണോ? വിജയന് ജോലി കിട്ടിയോ? രാജൻ ബാബുവിന് സംശയം ബാക്കിയായിരുന്നു. സത്യം. ദീപയുടെ അച്ഛൻ ഒറ്റക്കാരനുണ്ടല്ലോ. അയാൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ വിജയന്റെ വീട്ടിൽ കൊണ്ടുപോയാണ് കൊടുത്തത്. അവനാരാ, കൊച്ചി രാജാവോ? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ? ഫ്രാൻസിസിന്റെ ശരീരം വിറച്ചു. നമുക്ക് ഡയറക്ടറെ ഓഫീസിൽ പോയി കാണാം. ആദ്യം കരണത്ത് 2 പൊട്ടിക്കണം. ഫ്രാൻസിസ് അഭിപ്രായപ്പെട്ടു. അത് വേണ്ട. ജോലിക്കാർ നമ്മളെ തല്ലും. അത് കേസായാൽ കുഴപ്പമാകും. നമുക്ക് വൈകിട്ട് അയാളുടെ വീട്ടിൽ ചെന്ന് കാണാം. ഒരു ഓഫീസിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജൻ ബാബു റെസ്റ്റോറന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ എന്നോട് കാണിച്ചത് ശരിയാണോ? ഫ്രാൻസിസ് പിറകെ ചെന്നു. ആദ്യം നിന്റെ ഈ ദേഷ്യമൊന്ന് അടക്ക്. ഒരു കോപം കൊണ്ട് ഓടിച്ചെന്ന് വല്ലവരെയൊക്കെ തല്ലിയാൽ 2 കോപം കൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല, കൈലാസ് പറഞ്ഞു. ഫ്രാൻസിസ് അവനെ നോക്കി. നീ എന്നാടാ കൃഷ്ണനായത്? എന്നോട് ഗീതയോതോത്താൻ? കൈലാസ് പിന്നീടൊന്നും പറഞ്ഞില്ല. ഫ്രാൻസിസ് അടുത്ത് കണ്ട ടെലിഫോൺ ബൂത്തിൽ കയറി. ആദ്യം ആ ഡയറക്ടറെ വിളിച്ച് 2 പറയാം, പിന്നെ നേരിട്ട്. കൈലാസും രാജൻ ബാബുവും കാത്തുനിന്നു. ഫോൺ ചെയ്തിട്ട് ഫ്രാൻസിസ് ഇറങ്ങി വന്നത് പോയതിലേറെ ദേഷ്യത്തോടെയാണ്. ശേഖർ ഓഫീസിലില്ല, അയാൾ ടൂറിലാണെന്ന്. അയാൾ നിന്റെ പണവും കൊണ്ട് മുങ്ങിയോടാ? രാജൻ ബാബു ചോദിച്ചു. എനിക്കറിയില്ല. അയാൾ എന്നാ വരുന്നത്? അതാ റിസപ്ഷനിസ്റ്റിന് അറിയില്ല. രാജൻ ബാബു ഫോണിനടുത്തേക്ക് ചെന്നു. നേരിൽ ചെന്ന് സംസാരിക്കടാ, കൈലാസ് നിർദ്ദേശിച്ചു. അത് വേണ്ട, രാജൻ ബാബു പറഞ്ഞു. അവന് ധൈര്യമില്ല. വെറുതെ നട്ടെല്ലും വെച്ച് ആണെന്നും പറഞ്ഞ് നടക്കുക. ഫ്രാൻസിസ് ചൊടിപ്പിച്ചു. അപ്പോൾ അടുത്തുള്ള ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് മുന്നിൽ വന്നു നിന്ന കാറിൽ നിന്ന് ദീപ ഇറങ്ങുന്നത് കൈലാസ് കണ്ടു. ദേടാ അവൾ. അയാൾ കൈ ചൂണ്ടി. രാജൻ ബാബുവും ഫ്രാൻസിസും ദീപയെ കണ്ടു. ഫോണിലൂടെ ചോദിക്കാതെ നേരിൽ ചോദിക്കടാ, ഫ്രാൻസിസ് രാജൻ ബാബുവിനെ നിർബന്ധിച്ചു. ഒരാവശ്യത്തിന് രാജൻ ബാബു റോഡ് കുറുകെ കടന്ന് ദീപയുടെ കാറിനടുത്തേക്ക് ചെന്നു. കൂട്ടുകാർ പരസ്പരം നോക്കി. ദീപയുടെ കൂടെ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അവൾ ഡോർ ലോക്ക് ചെയ്ത് ഷോപ്പിന് നേരെ നടക്കുമ്പോഴേക്കും രാജൻ ബാബു അവളുടെ അടുത്തെത്തി. ദീപേ. അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് സന്തോഷമുണ്ടായി. ഇതാര്, രാജൻ ബാബുവോ? അങ്കിൾ വീട്ടിൽ വന്നപ്പോഴും രാജൻ ബാബുവിനെ കണ്ടില്ലല്ലോ. അങ്കിളിന്റെ പിണക്കം മാറിയോ? താൻ എന്റെ അച്ഛനെ അപമാനിച്ചു വിടുകയല്ലേ ചെയ്തത്? നോ, അങ്കിൾ തെറ്റിദ്ധരിച്ചതാണ്. രാജൻ ബാബുവിന് വിഷമമായോ? രാജൻ ബാബുവിന് എങ്ങനെ പെരുമാറണമെന്ന് ഇനിയും അറിയില്ല. എനിക്ക് പിണക്കമൊന്നും ഇല്ലാട്ടോ. രാജൻ ബാബുവിന് ആശ്വാസം തോന്നി. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഓഫ് കോഴ്സ്, സംസാരിക്കാമല്ലോ. ദീപ ആ പോർട്ടറെ കമ്പനിയിലെടുത്തോ? ഞാനല്ല, കമ്പനി ഡയറക്ടേഴ്സാണ് തീരുമാനിച്ചത്. അതിനു പിന്നിൽ ദീപയാണ്. അല്ല, അത് രാജൻ ബാബുവിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ പോർട്ടറോ ഇനി നിങ്ങളുടെ കമ്പനി രക്ഷിക്കാൻ പോകുന്നത്? പോർട്ടറല്ല, മാർക്കറ്റിംഗ് മാനേജർ. ദീപ അയാളെ തിരുത്തി. ഒരു പോർട്ടറെ ഞങ്ങൾക്ക് വേണ്ട. MBA പാസ്സായ സ്ട്രാറ്റജിക് പ്ലാനിംഗ് അറിയാമെന്ന ഒരു ഇന്റലിജന്റ് ജെന്റിൽമാനെയാണ് കമ്പനിക്ക് ആവശ്യം. രാജൻ ബാബുവിനെ പോലെ അന്തസ്സുള്ള ഒരാൾ തൊഴിലിനെ അനുസരിച്ച് മനുഷ്യനെ തരംതിരിക്കുന്നത് ശരിയാണോ? എന്ത് ജോലി മാന്യതയുള്ളതാണ്? IASകാരും ഡോക്ടർമാരും മാത്രമല്ല മാന്യതയുള്ളവർ. കൃഷിക്കാരനും തൊഴിലാളിയുമെല്ലാം മാന്യതയും അന്തസ്സുമുള്ളവരാണ്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ സാധാരണക്കാരായിരുന്നു. അവരുടെ മാതാപിതാക്കൾ കൃഷിക്കാരും കൂലിപ്പണിക്കാരുമായിരുന്നു. അന്തസ്സും മാന്യതയും പിടിച്ചുകൊണ്ട് ആരും ജനിച്ചിട്ടില്ല. അതൊക്കെ അവർ നേടിയെടുത്തതാണ്. എനിക്ക് തന്റെ പ്രസംഗം കേൾക്കണ്ട. പിന്നെ എന്താണ് രാജൻ ബാബുവിന് അറിയേണ്ടത്? ഫ്രാൻസിസിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ആ ജോലി കൊടുക്കാതിരുന്നത് എന്താണ്? ഫ്രാൻസിസോ? അതാരാ? ദീപ ചോദിച്ചു. താൻ എന്നെ കണ്ടിട്ടില്ലേ? പെട്ടെന്ന് ഫ്രാൻസിസ് അവരുടെ മുന്നിലേക്ക് വന്നു. അല്പം മാറി നിൽക്കുകയായിരുന്നു ഫ്രാൻസിസ്.
3 ലക്ഷം രൂപയാ ആ പോസ്റ്റിന് വേണ്ടി കയ്യിന്ന് എണ്ണി വാങ്ങിയത്. എന്നിട്ട് എന്നെ പൊട്ടനാക്കിയാലുണ്ടല്ലോ. ഫ്രാൻസിസ് ദീപയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പല്ലു ഞെരിച്ചു. ആരാ പണം വാങ്ങിയത്? ഞാൻ വാങ്ങിച്ചോ? ദീപ ചോദിച്ചു. ഫ്രാൻസിസ് ഒന്ന് പരുങ്ങി. കഴിവില്ലാത്തവരാ ജോലി വിലയ്ക്ക് വാങ്ങുന്നത്, കഴിവുള്ളവരെ ജോലി തേടിയെത്തും, ദീപ പറഞ്ഞു. ആ സീറ്റിൽ വിജയൻ ഇരിക്കുമെന്ന് ദീപ കരുതുന്നുണ്ടോ? രാജൻ ബാബു ചോദിച്ചു. അത് അയാളുടെ കഴിവ് പോലെയിരിക്കും. കഴിവില്ലാത്തവരെ കമ്പനിക്ക് വേണ്ട. കഴിവുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും കമ്പനി അയാളെ പിടിച്ചു നിർത്തും. അത് കമ്പനിയുടെ ആവശ്യമാണേ, ദീപ പറഞ്ഞു. അതോർത്ത് രാജൻ ബാബു വിഷമിക്കണ്ട. മറ്റൊന്നും സംസാരിക്കാനില്ലല്ലോ. ദീപ ഫ്രാൻസിസിനെ നോക്കി. നിങ്ങൾ പണം കൊടുത്തവരോട് അത് തിരിച്ചു വാങ്ങിച്ചോ? അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് ആ പണം കിട്ടിയില്ലെന്ന് വരും. ഫ്രാൻസിസ് നടുങ്ങി. ഡയറക്ടർ ബോർഡ് പിരിച്ചുവിടുകയാണോ? ദീപ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് പോയി. എന്തൊക്കെയാടാ സംഭവിക്കുന്നത്? ഫ്രാൻസിസ് ചോദിച്ചു. അവൾ പറഞ്ഞതിലെ സൂചന എന്താണ്? ഡയറക്ടർ സ്ഥാനം നഷ്ടപ്പെട്ട് ശേഖർ മുങ്ങിയതാണോ? രാജൻ ബാബു മറുപടി പറഞ്ഞില്ല. അയാൾക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കാളിദാസന്റെ ഓട്ടോറിക്ഷയിൽ കുറെ പോർട്ടർമാരുടെ അകമ്പടിയോടെയാണ് വിജയൻ മാതാ കാറ്റിൽ ഫീൽഡിൽ ജോലിക്ക് ചേരാനെത്തിയത്. അവർ ഗേറ്റ് കടന്നു പോകുന്നത് മാർക്കറ്റിൽ കിടന്ന കാറിലിരുന്ന ചിലർ കാണുന്നുണ്ടായിരുന്നു. അതാണ് പോർട്ടർ വിജയൻ, നമ്മുടെ ഇര. എനിക്കറിയാം, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. കുറ്റിമുടിയുള്ള തലയിൽ തടവിക്കൊണ്ട് മറ്റേയാൾ മറുപടി പറഞ്ഞു. അയാളുടെ ശബ്ദത്തിന് പോലും മരണത്തിന്റെ ധ്വനിയുണ്ടായിരുന്നു. അധ്യായം 22. സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിയും പല കേസുകളിലും പ്രതിയും ഒളിവിൽ കഴിയുന്നവനുമായ ഗിരിദാസ് എന്ന ക്രിമിനലായിരുന്നു ആ കാറിനുള്ളിൽ. 7ഓളം കൊലപാതകം നടത്തിയിട്ടുള്ളവനാണ് ഗിരിദാസ്. എങ്കിലും ഒരു കേസിലും അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. തെളിവുകളുടെയും സാക്ഷികളുടെയും അഭാവമായിരുന്നു അതിന് കാരണം. ചാണ്ടി കാർ സ്റ്റാർട്ട് ചെയ്തു. മാർക്കറ്റ് റോഡിലൂടെ കാർ സാവധാനം മുന്നോട്ട് നീങ്ങി. ഈ മാർക്കറ്റിൽ വിജയന് സ്വാധീനമുണ്ട്, CA ചാണ്ടി പറഞ്ഞു. അവനോട് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരാണ് എല്ലാ പോർട്ടർമാരും, എല്ലാ യൂണിയൻകാരും. ഇന്നവൻ മാതാ കാറ്റർഫീൽഡിൽ അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജരായി ജോയിൻ ചെയ്യുകയാണ്. കാർ മാർക്കറ്റ് കടന്ന് മെയിൻ റോഡിലെത്തി. ബ്ലൂ ഷെയ്ഡ് ഒട്ടിച്ച ഗ്ലാസുകൾ ഉയർത്തിവെച്ചിരുന്നതിനാൽ ആ കാറിനുള്ളിലുള്ളവരെ ആരും കണ്ടില്ല. കാർ നഗരം വിട്ട് വിജനമായ ഒരു റോഡിൽ നിന്നു. റോഡിന് ഇരുവശത്തും പാടങ്ങളായിരുന്നു. കാറിൽ നിന്ന് ചാണ്ടിയും ഗിരിദാസും ഇറങ്ങി. പൈജാമയും കുർത്തയുമാണ് ഗിരിദാസ് ധരിച്ചിരുന്നത്. 6 അടി ഉയരം അയാൾക്കുണ്ട്. CA ചാണ്ടിയുടെ തലമുടി കാറ്റിലിളകി. അയാൾ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് കൂടെടുത്ത് തുറന്നു. ഒന്ന് ചുണ്ടിൽ വെച്ച ശേഷം പാക്കറ്റ് ഗിരിദാസിന് നേരെ നീട്ടി. നോ താങ്ക്സ്, സാധാരണയായി ഞാനിത് ഉപയോഗിക്കാറില്ല. എനിക്കിഷ്ടം ഇതാണ്. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു ടിൻ ബോട്ടിലെടുത്ത് തുറന്ന് അതിലെ മദ്യം വായിലേക്ക് കമഴ്ത്തി. ചാണ്ടി സിഗരറ്റ് കത്തിച്ചു. പുകയെടുത്തുകൊണ്ട് ഗിരിദാസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പറഞ്ഞ പണം മുഴുവൻ തരും. വേറൊരാൾ ഇതറിയാൻ പാടില്ല. എനിക്കറിയാം, എന്നെ ശിക്ഷിക്കാൻ തെളിവുകൾ ഒന്നും ഉണ്ടാവില്ല. എന്റെ കേസുകൾ ഞാൻ തന്നെയാണ് വാദിക്കുന്നത്, അറിയാമല്ലോ. അറിയാം, പക്ഷെ ഇത് മറ്റു കൊലപാതകങ്ങൾ പോലെയല്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. നിനക്കൊരു തെറ്റും പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കേസ് നിന്നെ ഏൽപ്പിച്ചത്. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ഞാൻ ചെയ്യും. പോലീസിന്റെ ഭാഗത്തു നിന്ന് അഥവാ എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ പോലും ഞാൻ ഇൻസ്പെക്ടറുടെ പേര് പറയില്ല, പോരെ? അങ്ങനെ പോലും ഒരു അവസരമുണ്ടാകരുത്. നീ എങ്ങനെയാണത് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. CA ചാണ്ടി സിഗരറ്റിന്റെ ചാരം തട്ടിക്കളഞ്ഞു. ആദ്യം ഞാൻ അവനെ പഠിക്കും. അവൻ ചില്ലറക്കാരനല്ലാത്തതുകൊണ്ട് അപ്രതീക്ഷിതമായ ഒരു ഏറ്റുമുട്ടലായിരിക്കും. അത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ കൊലപാതകത്തിന് ശേഷമല്ലാതെ നമ്മൾ കണ്ടെന്നും വരില്ല. ചിലപ്പോൾ എൻ്റെ ആളുകളായിരിക്കും അത് ചെയ്യുന്നത്. എന്തായാലും ശരി, സ്പോട്ടിൽ വിജയൻ മരിച്ചിരിക്കണം. ഹോസ്പിറ്റലിൽ കിടക്കാനോ മുറിവുകളോടെ ആരോടെങ്കിലും സംസാരിക്കാനോ ഇടവരരുത്, ചാണ്ടി നിർദ്ദേശിച്ചു. ഇല്ല, മരിച്ചെന്നുറപ്പാക്കിയിട്ടേ ഞാൻ സ്പോട്ടിൽ നിന്ന് പോവുകയുള്ളൂ. ഗുഡ് സാർ. എന്തിനാണ് അവനെ കൊല്ലുന്നതെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അവൻ നിങ്ങളുടെ ശത്രുവാകാനുള്ള കാരണം അറിഞ്ഞാൽ അവനോടുള്ള പക എൻ്റെ മനസ്സിൽ വളർത്താൻ എനിക്ക് കഴിയും. ഇതിനു മുമ്പുള്ള എല്ലാ കേസിലും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഗിരിദാസ് ചോദിച്ചു. അതൊന്നും നീ അറിയേണ്ട ഗിരിദാസ്, ഞാനത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ചാണ്ടിയുടെ ശബ്ദം കനത്തു. ഞാൻ കരുതുന്നത് ഈ വിജയനാണ് SP കൃഷ്ണദാസിന്റെ മകനാണെന്ന് പറഞ്ഞത് അല്ലേ? ഡോണ്ട് ആസ്ക് അൺനെസസറി ക്വസ്റ്റ്യൻസ്. അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ തന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതങ്ങ് മറന്നേരെ. ചാണ്ടിയുടെ ശബ്ദം താക്കീത് പോലെയായിരുന്നു. ഓക്കെ, അയാൾ സമ്മതിച്ചു. ചാണ്ടി പോക്കറ്റിൽ നിന്ന് ഒരു നോട്ടുകെട്ട് എടുത്തു നീട്ടി. 10,000 അഡ്വാൻസ്. ഗിരിദാസ് ആ പണം വാങ്ങി പോക്കറ്റിലിട്ടു. ഇരുവരും കാറിൽ കയറി. കാർ വളരെ വേഗം ഓടി. അതൊരു തിരക്കുള്ള സ്ട്രീറ്റിലെ ഗേറ്റിന് മുന്നിൽ നിന്നു. അകത്തെ വീടിന്റെ പരിസരത്ത് ആരുമില്ലായിരുന്നു. ഗിരിദാസ് ഇറങ്ങിയതും ചാണ്ടി കാർ വിട്ടുപോയി. വിജയനെ ദീപയാണ് മാർക്കറ്റിംഗ് മാനേജർ ഗോദവർമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. തലമുടി നരച്ചു തുടങ്ങിയ ആളാണ് വർമ്മ സാർ. വിജയന് സംശയവും ഭയവും ഉണ്ടായിരുന്നു അയാൾ അങ്ങനെ പെരുമാറുമെന്ന്. കാരണം ഗോദവർമ്മ രാജപരമ്പരയിൽപ്പെട്ട ആളാണ്. താനൊരു പോർട്ടറും.
ഓഫീസിൽ തന്നെപ്പറ്റി നേരത്തെ സംസാരമുണ്ടായിട്ടുണ്ടെന്ന് വിജയന് മനസ്സിലായി. മാത്രമല്ല ഇവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാരെയും തനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. വിജയനെ പരിചയപ്പെടുത്തി ദീപ പറഞ്ഞു, വർമ്മ സാറേ, ഇതാണ് വിജയൻ. വിജയന് വളരെയധികം കാര്യങ്ങൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്കും ഡാഡിക്കും തോന്നുന്നത്. സാറാണ് വിജയന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇയാളെ പരമാവധി ചൂഷണം ചെയ്യേണ്ടത്. എല്ലാം വർമ്മ സാറിന്റെ കയ്യിലാണ്. വർമ്മ സാർ വിജയനെ തോക്കിന്റെ കുന്നം നോക്കുന്നത് പോലെ നോക്കി. തനിക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടാകുമെന്ന് വിജയന് അറിയാമായിരുന്നു. ദീപ പോയി കഴിഞ്ഞപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുകയായിരുന്ന വിജയനോട് വർമ്മ പറഞ്ഞു, താനിവിടെ ഇരിക്കടോ. എനിക്ക് തന്നെ പോലെ തന്റേടിയായ ഒരു ചെറുപ്പക്കാരനെയാണ് വേണ്ടത്. മാതാ കാറ്റിൽ ഫീഡിനും വേണ്ടത് അതാണ്. തന്നെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. വിജയന്റെ ഉള്ളിലൊരു വിഷമമുണ്ടായി. താൻ സിമന്റ് ചുമക്കുന്നതായിരിക്കും അദ്ദേഹം കണ്ടിട്ടുള്ളത്. വേറെ ഒന്നും കാണാൻ സാധ്യതയില്ല. വിജയന് ശത്രുക്കൾ ധാരാളമുണ്ടാകും. അതിന് കാരണം അസൂയയാണ്. മൈൻഡ് ചെയ്യണ്ട. നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ഈ സ്ഥാപനത്തെ നന്നാക്കാം. ധൃതി പിടിക്കണ്ട. എനിക്കറിയാം, വിജയൻ ഈ സ്ഥാപനത്തെ പറ്റി നന്നായിട്ട് അറിയാമെന്ന്. ഇന്റർവ്യൂവിന് വിജയൻ കൊടുത്ത റിപ്പോർട്ടിനെ പറ്റി ദീപ എന്നോട് പറഞ്ഞു. ഞാനൊരു കിഴവനായി. പഴയ ഫ്യൂഡൽ രാജപരമ്പരയുടെ ഒരു കണ്ണിയാണ്. ഐഡിയകളൊക്കെ പഴഞ്ചനാണ്. വിജയന് വേണ്ട എല്ലാ പിന്തുണയും ഞാൻ തരും. വിജയന്റെ വിജയം എന്റെ കൂടി വിജയമാണ്. പിരിയുന്നതിന് മുമ്പ് ഈ സ്ഥാപനം നന്നാക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സമാധാനമാകും. നായകൻ വിജയനാണെങ്കിലും എനിക്ക് പിന്നിൽ നിൽക്കാമല്ലോ. വർമ്മ സാർ പറഞ്ഞപ്പോൾ വിജയന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. വലിയ മനുഷ്യനാണ് തന്നോടിങ്ങനെ എളിമയായി സംസാരിക്കുന്നത്. താൻ ചിന്തിച്ചതിന്റെ നേരെ വിപരീതം. സാർ, ഞാൻ എന്തെങ്കിലും കൂടുതലായി ചെയ്യാൻ കഴിയുന്ന ആളല്ല. ഞാൻ എന്നാൽ കഴിയുന്നത് പോലെ ശ്രമിക്കാം. എന്നോട് സ്നേഹവും കാരുണ്യവും കാണിച്ച നിങ്ങളോടെല്ലാം നന്ദിയുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ജെന്റിൽമാൻ. വർമ്മ സാർ വിജയന്റെ കൈ പിടിച്ചു കുലുക്കി. നാം പ്രവർത്തിക്കുക. ഫലം തരുന്നത് ദൈവമാണ്. വിജയന് ഒരു ക്യാബിൻ ഉണ്ടായിരുന്നു. അയാൾ കമ്പനിയെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചു. പിറ്റേ ദിവസമാണ് ഡയറക്ടർ ശേഖർ വന്നത്. ശേഖർ അയാളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. എടോ പോർട്ടറെ, താൻ എന്ത് മന്ത്രം ചെയ്താണ് ഈ സ്ഥാപനത്തിൽ കയറിയത്? വിജയൻ ചെന്ന ഉടനെ ശേഖർ ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങൾ എന്ത് ചെയ്താണ് ഈ സ്ഥാപനത്തിൽ ഇരിക്കുന്നത്? ആ മന്ത്രം തന്നെ ഞാനും ഉപയോഗിച്ചു. ഇവിടെ വന്ന് ഷൈൻ ചെയ്യാമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെ ഞാൻ റോഡിലിട്ട് തല്ലും. അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ലെന്ന് ഞാൻ വാദവയ്ക്കാം. കാരണം കടിക്കുന്ന പട്ടി കുരയ്ക്കില്ല. ഒരു നാടൻ ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലിൽ പതിരില്ല. വിജയൻ പറഞ്ഞു. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നു കൊള്ളണം. ഈ കമ്പനിക്ക് തുരങ്കം വയ്ക്കാമെന്നൊന്നും കരുതരുത്. എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടുപിടിച്ചാൽ നിന്നെ ഞാൻ പുറത്താക്കും. ആ പെണ്ണിന് തന്നോട് പ്രേമമാണോടോ? ഡയറക്ടർ ശേഖർ ദേഷ്യത്തോടെ വിജയനെ നോക്കി. ഷട്ട് യുവർ മൗത്ത്. വിജയൻ മുരണ്ടു. നിങ്ങളെപ്പോലെയുള്ള മൃഗങ്ങൾക്ക് അങ്ങനെയേ തോന്നൂ. പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോകുന്നു. എനിക്ക് ജോലിയുണ്ട്. വിജയൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ വെളിയിൽ ഫ്രാൻസിസും രാജൻ ബാബുവും നിൽക്കുന്നുണ്ടായിരുന്നു. വിജയൻ അവരെ കണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ തന്റെ ക്യാബിനിലേക്ക് പോയി. ഫ്രാൻസിസിനെ സഹിച്ചില്ല. അയാൾ ഡയറക്ടർ ശേഖറിന്റെ ക്യാബിനിലേക്ക് ഇടിച്ചു കയറി ചെന്നു. ഫ്രാൻസിസിനെയും കൂട്ടുകാരെയും കണ്ടപ്പോൾ ഡയറക്ടർ ശേഖർ ഒന്ന് പതറി. കഴിവേറുടെ മോനെ, നീ എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ? ഫ്രാൻസിസ് മുന്നോട്ടെടുത്തു. ശേഖറിന്റെ കോളറിനെ പിടിച്ചു. ഫ്രാൻസിസേ, അയാൾ നിലവിളിച്ചു. നീയൊരു ചുക്കും പറയണ്ടടാ. ഫ്രാൻസിസ് ശേഖറെ കസേരയിൽ നിന്ന് ഉയർത്തി മേശപ്പുറത്തേക്കിട്ടു. എന്റെ പണം താടാ, 3 ലക്ഷം രൂപ. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെയിട്ട് കൊല്ലും. ഫ്രാൻസിസ് അലറി. അപ്പോൾ വാതിൽ തുറന്ന് ദീപ അവരെ നോക്കി. ബാക്കി ഭാഗം നാളെ.